നമ്മുടെയൊക്കെ ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം, പ്രായോഗികമായി വിശുദ്ധി സൂക്ഷിക്കാത്തവനും വന്ന് പ്രാർത്ഥിക്കാം. അന്ന് പ്രാർത്ഥിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എന്തോരും സ്വർഗത്തെ ഇറക്കിക്കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കും, കരച്ചിലായിരിക്കും, എന്തെല്ലാം ഉണ്ടായിരിക്കും. മോളി പറഞ്ഞില്ലേ, പലിശ വാങ്ങിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്, അല്ലേ? ആദിപക്ഷക്കാർക്ക് സഖിയാകുവാനോ അപ്പനെ അപമാനിക്കുന്നു, പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. Sometimes we are not giving up our sins and still we pray. Most of the people, നമ്മുടെ മനസ്സിലൊക്കെ എന്തോ ഒരു ചിന്തയുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണെന്നുള്ളൊരു ചിന്തയുണ്ട്. നോ. അതുപോലെ യിരെമ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഇങ്ങനെ ഒഴിഞ്ഞു നടപ്പാൻ ഇഷ്ടപ്പെട്ടു, കാലടക്കി വെച്ചതുമില്ല എന്ന് യഹോവ ഈ ജനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് യഹോവയ്ക്ക് അവരിൽ പ്രസാദമില്ല. അവൻ ഇപ്പോൾ തന്നെ അവരുടെ അകൃത്യത്തെ ഓർത്ത് അവരുടെ പാപങ്ങളെ സന്ദർശിക്കും. യഹോവ എന്നോട്, നീ ഈ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത്. അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കയില്ല. അവർ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കുകയില്ല. നോക്കുക, ദൈവം വെറുക്കുന്നതായ ദൈവത്തിനടുത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ റിലീജിയസ് ആക്ടിവിറ്റീസും, നമ്മുടെ എല്ലാം ഈ റിലീജിയന്റെ പ്രത്യേകത, അവര് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് റിലീജിയൻ? റിലീജിയൻ നമ്മളോട് ആവശ്യപ്പെടുന്ന വളരെ ചില്ലറ കാര്യങ്ങളാണ്. ഒബേ ദ കമാൻഡ്മെന്റ്സ്, ഓർ അവരുടെ നിബന്ധനകളെ അനുസരിക്കുക. ദെൻ പ്രാക്ടീസ് റിച്വൽസ്, അവരുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കുക. ഫോളോ ട്രഡീഷൻസ്, അവരുടെ പാരമ്പര്യങ്ങളെ പിന്തുടരുക. ഫിനിഷ്. വേറെ ഒരു ചോദ്യമില്ല. അവർ കൊടുക്കുന്ന കുറച്ച് റിലീജിയസ് നിബന്ധനകളുണ്ട്, അതിൽ കൊള്ളൊന്നുമില്ല. ആ റിലീജിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ നന്നായിട്ട് ഉപവസിക്കാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവനൊക്കെ ആത്മീയനാണെന്ന് റിലീജിയൻ പറയും, പക്ഷെ ദൈവം പറയത്തില്ല. നമ്മുടെ നോട്ടത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പം സമുദായക്കാരുടെ കാര്യമൊന്നുമല്ല. ഇന്നിപ്പം വിശ്വാസികളുടെ ഇടയ്ക്കും നമ്മൾ ആത്മീയരായി കണക്കാക്കുന്ന ആരെയാണ്? പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ്. പക്ഷേ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നാ യിരെമ്യാവ് പറയുന്നത്. നീ ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. കാര്യം അവൻ മാറാൻ യാതൊരു ആഗ്രഹവും ഇല്ലാത്ത വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ അതേപോലെ തന്നെ 1 Peter chapter 3 10-12 ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ഓൾഡ് ടെസ്റ്റമെന്റ് പാസേജ്, ബട്ട് പീറ്റർ ഈസ് അഗെയിൻ അതിനെ എടുത്ത് പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ പറയുന്നത്, ജീവനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദോഷം വിട്ടകന്ന ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കും. സോ പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പേഴ്സണൽ ഹോളിനെസ് ആവശ്യമായിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മള് ഇത് ഞാൻ പ്രധാനമായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ അർത്ഥം അതുകൊണ്ട് എന്താണ്? പാപികളായ ആളുകൾക്ക് തിരിച്ചു വരാൻ യാതൊരു മാർഗമില്ലെന്നല്ല. തീർച്ചയായിട്ടും തിരിച്ചു വരാൻ മാർഗം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യം കർത്താവ് പറയാണ്, നോ ഐ കനോട്ട് ഹിയർ യുവർ പ്രേയേഴ്സ്. 1-ന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശബത്ത് സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയാഗവും എനിക്ക് സഹിച്ചുകൂടാ. എനിക്ക് സഹിച്ചുകൂടാന്ന് പറയുന്നു. എനിക്കിതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനോട് ചേർന്ന് പറയാണ്, 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ പറയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അതുകൊണ്ട് നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്നല്ല പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. നോക്കുക, പാപം ചെയ്യുന്ന ആളുകളെ അടച്ച് കളയുക എന്നുള്ളതല്ല, അവരോട് കർത്താവിനൊരു എക്സോർട്ടേഷൻ ഉണ്ട്. എന്താണ്? നീ വാ, ലെറ്റ് us reason together. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. വാദിക്കാമെന്ന് പറയുന്നത് ആർഗ്യുമെന്റ് അല്ല അവിടെ പറയുന്നത്. ലെറ്റ് us settle the matter എന്നാ പറയുന്നത്. ശരിക്കും വാദിക്കാമെന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ലെറ്റ് us settle the matter എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഈ പാപപ്രവൃത്തികൾ കൊണ്ട് ഞാൻ നിന്നോട് അകന്നിരിക്കുന്നു, എനിക്ക് വെറുപ്പാണ്, നീ ഇത് കാണിക്കുന്നത് ഭയങ്കര വെറുപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ വാ, വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. നീ പാപം ചെയ്തിട്ടുണ്ട്, ശരി, എന്നാൽ ഞാൻ നിന്റെ അകൃത്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഹിമം പോലെ വെളുപ്പിക്കാം എന്നുള്ളതാണ് പറയുന്നത്.
ക്ലെൻസിങ് ഈസ് നീഡഡ് ആൻഡ് ക്ലെൻസിങ് ഈസ് പോസിബിൾ. ശുദ്ധീകരണം ആവശ്യമാണ്, ശുദ്ധീകരണം സാധ്യവുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രാർത്ഥന നമുക്ക്, അല്ലെങ്കിൽ അത് നമ്മൾ എപ്പോഴും അതിനുവേണ്ടിയുള്ള വലിയൊരു പരിശ്രമം നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിരിക്കണം. വി നീഡ് ക്ലെൻസിങ്. നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള വലിയ ഒരു മോചനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പാപം നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമാണെങ്കിൽ ആ തടസ്സം മാറ്റാൻ ദൈവം തയ്യാറാണ്. ആ തടസ്സം മാറ്റാനും അങ്ങനെ അവനിലേക്ക് തിരികെ ചേരുവാനും ദൈവം തയ്യാറാണെന്ന് പറയുന്നത്. യെശയ്യാപ്രവചനത്തിന്റെ 43-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം വാക്യം വായിക്കുമ്പോൾ, എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. എന്നെ ഓർപ്പിക്കുക, നാം തമ്മിൽ ബഹുകരിക്കാം. നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചുകൊള്ളുക, നിന്റെ ആദ്യ പിതാവ് പാപം. നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചുകൊള്ളുക. ഈ മലയാളത്തിലെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി വാദിച്ചുകൊള്ളുക എന്നല്ല അതിനകത്ത് അർത്ഥം. നീ സെറ്റിൽ ചെയ്യാനായിട്ട് വാ. അല്ല, വാദിക്കാൻ ദൈവത്തിനടുത്ത് പോയി നമുക്ക് വാദിക്കാനായിട്ട് പറ്റത്തില്ല. വാദിക്കാൻ നമുക്ക് ദൈവം അത് ഇറ്റ് ഈസ് ഇംപോസിബിൾ. യുനോ, ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ വ്യത്യാസം എന്നുള്ളതല്ല, നമ്മുടെ സാധാരണ കോടതികളിലെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാം. നമ്മളൊരു അഡ്വക്കേറ്റിനെ കോടതിയിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്ത് വാദിക്കാൻ? ഞാൻ നീതിമാനാണെന്ന് വാദിക്കാനാണ് ഞാനൊരു അഡ്വക്കേറ്റിനെ കോടതിയിലാക്കുന്നത്. ശരിയല്ലേ? പക്ഷെ യേശു എന്തിനു വേണ്ടിയാണ് പിതാവിന്റെ സന്നിധിയിൽ അഡ്വക്കേറ്റായിട്ട് വാദിക്കുന്നത്? ഞാൻ നീതിമാനാണെന്ന് പറയാനാണോ? അല്ല. അവിടെ കർത്താവ് പറയുന്നത്, യെസ് ലോർഡ്, അവൻ പാപം ചെയ്തു എന്നാണ്. കോടതിയിൽ ഞാനൊരു അഡ്വക്കേറ്റിനെ എനിക്ക് വേണ്ടി ആക്കി കഴിഞ്ഞാൽ, അവൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇടപാട് തീർന്നു, ഇല്ലേ? അപ്പൊ വാദിക്കുക എന്ന് പറയുന്നത്, ആ വാക്കിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു അഡ്വക്കേറ്റിനെ ആക്കി വാദിക്കുന്നത് ഞാൻ ഇന്നസെന്റ് ആണെന്നാണ്. എന്നാൽ യേശു കർത്താവ് വാദിക്കുന്നത് ഞാൻ ഇന്നസെന്റ് ആണെന്നല്ല, ഞാൻ ഗിൽറ്റിയാണ്. ഞാൻ ഗിൽറ്റിയാണ്, പക്ഷെ ക്ഷമിക്കണം. ഞാൻ ഗിൽറ്റിയാണ്, പക്ഷെ ശുദ്ധീകരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം, നമ്മളെപ്പോഴും വാദിക്കുന്നത് നമ്മളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ്. നമ്മളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വാദിച്ചാൽ നമുക്ക് എന്തുണ്ടാകത്തില്ല? ക്ലെൻസിങ് ഉണ്ടാകത്തില്ല. ക്ലെൻസിങ് ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് ക്ലെൻസിങ് ആവശ്യമായിരിക്കുന്നത്? പാപം ചെയ്തുകൊണ്ടാ. അല്ലെങ്കിൽ എന്തിനാ ക്ലെൻസിങ്? ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ എം എ സിന്നർ, ബിക്കോസ് ഐ ഹാവ് കമ്മിറ്റഡ് സിൻ. സോ ഒരു അഡ്വക്കേറ്റ് ലോകത്തിൽ വാദിക്കുന്നത്, ഒരു കക്ഷിക്ക് വേണ്ടി വാദിക്കുന്നത് അവൻ ഇന്നസെന്റ് ആണെന്നും നിരപരാധിയാണെന്നും. എന്നാൽ യേശു കർത്താവ് പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഞാൻ നിരപരാധിയാണെന്നല്ല വാദിക്കുന്നത്, അവൻ പാപം ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിരപരാധിത്വം തെളിയിക്കാൻ ആരും പോകണ്ട. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെന്ന് പറയാൻ പറ്റുന്ന ഏക കാര്യം എന്താണ്? കർത്താവേ, ഞാൻ പാപം ചെയ്തു. ഞാൻ പറയുന്നതിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വാദിക്കാം, നീ വന്ന് വാദിക്കെന്ന് പറയുമ്പോൾ കർത്താവ് ഒരിക്കലും ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല. ഇവിടെ പറയുന്നത് നീ കൺഫസ് ചെയ്യാനാ പറയുന്നത്. ഈ മലയാളം വാക്കുകളുടെ ഒരു പ്രശ്നമാണ്. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാ, നീ വന്ന് കൺഫസ് ചെയ്ത്, നീ തെറ്റ് ചെയ്തു, അത് നീ കൺഫസ് ചെയ്ത്, ഞാൻ എന്ത് ചെയ്യാം? നിന്റെ പാപങ്ങൾ അത് രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. അപ്പോൾ പക്ഷെ അതിനുവേണ്ടി എന്ത് വേണ്ടി വരുന്നു? അതിനുവേണ്ടി ഹി നീഡ് ടു കം ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ആൻഡ് ദാറ്റ് ഈസ് പ്രയർ. അതുകൊണ്ടാണ് പേഴ്സണൽ ക്ലെൻസിങ്ങിന് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നത്. സോ എവറി ടൈം വി സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, വി നീഡ് ടു സീ ദാറ്റ് ഗാഡ് ഈസ് ക്ലെൻസിങ് മീ. അതുകൊണ്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി നീഡ് ടു പ്രേ ഫോർ പേഴ്സണൽ ഹോളിനെസ്. നമ്മൾ അവന് വേണ്ടി എന്റെ പാപങ്ങളെ കൺഫസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് 1 യോഹന്നാൻ 1:7 പറയുന്നത് എന്താണ്? കൺഫസ് യുവർ സിൻ. അവിടെ 1:7 എങ്ങനെ വായിക്കുന്നത്? 1 യോഹന്നാൻ 1:7, വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദ ബ്ലഡ് ഓഫ് ജീസസ് സകല പാപവും പോക്കുന്നു, ശുദ്ധീകരിക്കുന്നു. നമുക്ക് ഈ പലപ്പോഴും ഉണ്ടാകുന്ന പ്രോബ്ലം, പാപം പോക്കുവാൻ വേണ്ടി മാത്രമേ യേശുവിന്റെ രക്തം ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും നമ്മൾ പറയുന്നത്, നീ ചെയ്ത പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നേറ്റു പറയുന്നു, കർത്താവിന്റെ രക്തത്താൽ കഴുകണമേ. ശുദ്ധീകരിക്കണം എന്നുള്ള നമ്മുടെ മനസ്സിൽ വരുന്നില്ല. എന്താണ്? കർത്താവേ എന്നെ കഴുകണമേ, ഞാൻ ഒത്തിരി പാപം ചെയ്തു പോയി, കർത്താവേ എന്നെ കഴുകണമേ, എന്റെ പാപം പോക്കണമേ. അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തിന്റെ അടുത്തോട്ട്, കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നതെല്ലാം പാപം മോചിക്കപ്പെടാനാണ്. പക്ഷെ പാപം മോചിക്കപ്പെടുക എന്നുള്ളത് അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ്. പിറ്റേ ദിവസവും ചെലന്തി എന്ത് ചെയ്യും? വല കിട്ടും. അവിടെയാണ് ക്ലെൻസിങ് ആവശ്യമായിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർഗിവ്നെസ് ഓഫ് സിൻ, ഇറ്റ് ഇസ്
ക്ലെൻസിങ് ഫ്രം അവർ സിൻ. അതുകൊണ്ട് പേഴ്സണൽ ക്ലെൻസിങ്ങിന് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണം. അങ്ങനെ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അവൻ ആ പാപത്തിന്റെ ആ സ്റ്റേജ് മാറുമ്പോഴാണ്. യെശയ്യാപ്രവചനം 44 അധ്യായത്തില് അതിന്റെ 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. കാർമുകിൽ, ഇറ്റ് ഇസ് ലൈക്ക് എ ഡാർക്ക് ക്ലൗഡ്. പാപത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പാപത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെയും ദൈവത്തെയും തമ്മിൽ അത് മായിച്ച് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, അതിനെ we cannot experience the presence of the Lord. If you are a sinner, then you can never experience the presence of the Lord. എന്ന് വെച്ചുകൊണ്ട് ദൈവം ദൂരെയാണെന്നല്ല അർത്ഥം. ഈ കാർമേഘത്തിന്റെ പ്രശ്നം എന്താ? മേഘത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കും നമ്മൾ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, ഇടപെടാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരു സ്റ്റേജ്. ഓക്കെ, റിയാലിറ്റി എന്താണ്? ദൈവം അപ്പുറത്ത് തന്നെ ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് എന്ത് കയറി കിടക്കുന്നു? പാപത്തിന്റെ കാർമേഘം കയറി കിടക്കുന്നു. എന്നാൽ കർത്താവ് പറയാണ്, ഇഫ് യു കം ടു മീ, എങ്കിലേക്ക് നീ തിരിഞ്ഞുകൊള്ളുക. തിരിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ നിന്റെ പാപങ്ങളെ, നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ, അല്ലെങ്കിൽ കാർമുകിലിനെ പോലെ ഞാൻ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ ഞാൻ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയും. പേഴ്സണൽ ക്ലെൻസിങ്ങിന് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, നമുക്കും ദൈവത്തിന്റെ മധ്യത്തിലുള്ള പാപത്തിന്റെ സ്റ്റേജസ് നമ്മൾ മനസ്സിലാക്കണം. മോസ്റ്റ് ഓഫ് ദ ടൈം അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല, നമ്മൾ കൺഫസ് ചെയ്യുന്നില്ല. കൺഫഷൻ ഇല്ലാതെ എന്തുണ്ടാകത്തില്ല? പാപമോചനം ഉണ്ടാകത്തില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പാപബോധമില്ലാതെ മാനസാന്തരം ഉണ്ടാകത്തില്ല, മാനസാന്തരമില്ലാതെ പാപക്ഷമയ്ക്കുള്ള അപേക്ഷ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ കൺഫഷൻ ഉണ്ടാകത്തില്ല, കൺഫഷൻ ഇല്ലാതെ ഫോർഗിവ്നെസ് ഉണ്ടാകത്തില്ല, ഫോർഗിവ്നെസ് ഇല്ലാതെ ക്ലെൻസിങ് ഉണ്ടാകത്തില്ല. ഇതെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? പാപബോധം ഉണ്ടായെങ്കിലേ എന്തുണ്ടാകത്തുള്ളൂ? പാപബോധം ഉണ്ടായെങ്കിലേ അനുതാപം ഉണ്ടാകത്തുള്ളൂ. അനുതാപം ഉണ്ടായെങ്കിലേ നമ്മൾ കൺഫസ് ചെയ്യത്തുള്ളൂ, ഏറ്റു പറയത്തുള്ളൂ. ഏറ്റു പറഞ്ഞാലേ പാപം ക്ഷമിക്കപ്പെടത്തുള്ളൂ. പാപം ക്ഷമിക്കപ്പെട്ടാലേ പാപം ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും ഒരു ലിങ്ക് പോയി കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ പാപങ്ങളെ നമ്മൾ അറിയണം. 139 സങ്കീർത്തനത്തില് സാംസ് 139 അവിടെ 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് നമ്മൾ നോക്കണം, എനി വിക്കഡ് വെയ്സ്, എനി ഹർട്ട്ഫുൾ വെയ്സ്. ആ വാക്ക് 2 രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്ന് വിക്കഡ് വെയ്സ്, 2 ഹർട്ട്ഫുൾ വെയ്സ്. ഹർട്ട്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കറക്റ്റാ, മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടി ശരിയാണ്. വ്യസനത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വഴികൾ എന്നിലുണ്ടോ എന്ന് നോക്കി. ആരെ വേദനിപ്പിക്കുന്ന? ആരെയും വേദനിപ്പിക്കുന്ന. അതാ അതിന്റെ ഉത്തരം. എന്റെ ജീവിതത്തിലെ ചില പ്രവൃത്തികൾ ആരെ വേദനിപ്പിക്കുന്നു? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. പക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആരെ വേദനിപ്പിക്കുന്നു? ദൈവത്തെ വേദനിപ്പിക്കുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് കറക്റ്റാണ്. അല്ലാതെ എനിക്ക് വ്യസനം ഉണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. വ്യസനിപ്പിക്കുന്ന എന്തെങ്കിലും മാർഗം, എന്തെങ്കിലും ഒരു വഴി, എന്തെങ്കിലും ഒരു ചിന്ത, എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്നിലുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നാണ് മോചനം പ്രാപിക്കേണ്ടത്. എന്നിൽ എന്തെങ്കിലും വിക്കഡ് വേസ് ഉണ്ടെങ്കിൽ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ, എവർലാസ്റ്റിംഗ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓർ ഏൻഷ്യന്റ്, ശാശ്വത മാർഗത്തിൽ എന്ന് പറയുമ്പോൾ എവർലാസ്റ്റിംഗ് ഓർ ഏൻഷ്യന്റ് വേസ് എന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ, വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു വാക്കാണ്. അതായത് വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി പുരാതന മാർഗത്തിൽ എന്നെ നടത്തണമേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മടക്കി വരുത്തണമെന്ന് അതിന്റെ അർത്ഥം. ശാശ്വത മാർഗത്തിൽ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരാതന മാർഗത്തിൽ എന്നെ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂർവമായ മാർഗത്തിൽ എങ്ങനെ നടത്തണം പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, എന്നെ മടക്കി വരുത്തണമേ. ഞാൻ എവിടെയാണ്, എവിടം തൊട്ടാണ് ഞാൻ വേദനിപ്പിക്കാൻ തുടങ്ങിയത്? ആ വേദനിപ്പിക്കുന്ന, ദൈവത്തെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആ അവസ്ഥ എന്നിലുണ്ടെങ്കിൽ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്ത് ചെയ്യണം? പുരാതന മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ. ആ പുരാതന മാർഗം ശാശ്വത മാർഗമാണ്. പുരാതന മാർഗം, ഏൻഷ്യൻ ഡേയ്സ്, ഏൻഷ്യൻ വേയ്സ്, പൗരാണികമായ. പൗരാണികം എന്നുള്ള പറയുമ്പോഴത്തേക്ക് എന്താ, ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമല്ല അവിടുത്തെ അർത്ഥം. എന്താണ് അർത്ഥം? ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ഏത് നിലയിൽ ജീവിക്കാൻ എനിക്കായിട്ട് വഴി ഉണ്ടാക്കിയോ ആ വഴിയിലേക്ക്. അതാണ് ഏൻഷ്യൻ വേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അർത്ഥം എന്ന് പറയുന്നത്. അതായത് God wants me to walk in the same way that God had made for me. ദൈവം എനിക്ക് വേണ്ടി ഏത് വഴിയാണ് ഒരുക്കിയത് ആ വഴി, അതാണ് ഏൻഷ്യൻ വേയ്സ്. ആൻഡ് ദാറ്റ് ഈസ് എവർലാസ്റ്റിംഗ് വേയ്സ്. ഓക്കെ, അപ്പോൾ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി എന്റെ പാപങ്ങളെ ഞാൻ അറിയണം. എന്തൊക്കെയാണ് എന്നിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങൾ എന്നുള്ളത് ഞാൻ അറിയണം.
51 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ 51 സങ്കീർത്തനം നമ്മൾ അതിന്റെ മൊത്തമായിട്ട് വാസ്തവത്തിൽ അങ്ങനെ ഒരു വാക്കാണ്. 2ാമത്തെ വാക്യത്തിൽ എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം പോക്കി എന്നെ വെടിപ്പാക്കണമേ, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നമ്മൾ നല്ലൊരു ശതമാനത്തിന്റെ ഈ പ്രശ്നം എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ആഴമറിവാനെഴുതല്ല സങ്കട